ഇസ്ലാമിന് മുമ്പ്, വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് മുമ്പ് സമകാലത്ത് വരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പല മതാധ്യാപനങ്ങളും ശാസ്ത്രവുമായി ഏറ്റുമുട്ടുന്നതായിട്ട് കാണാൻ കഴിയും. ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ അത് മതത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു കവാടമാണ്. അത് മതനിരാസത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് എന്ന രൂപത്തിലാണ് പലപ്പോഴും വിശദീകരിക്കപ്പെടാറുള്ളത്, മനസ്സിലാക്കപ്പെടാറുള്ളത്. എന്നാൽ ശാസ്ത്ര പഠനം മതനിരാസമോ മതപഠനം ശാസ്ത്രനിരാസമോ അല്ല. രണ്ടും പൂരകങ്ങളാണ് എന്നർത്ഥം. ഇസ്ലാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശാസ്ത്രം കാര്യങ്ങളെല്ലാം എപ്രകാരമാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഇസ്ലാം ആകട്ടെ ഈ കാര്യങ്ങൾക്കെല്ലാം പിറകിലുള്ള കാരണക്കാരൻ അതാരാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത അനേകം മേഖലകളാണ് മതം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളുമായി ഇസ്ലാം ഒരിക്കലും വൈരുദ്ധ്യപ്പെടുന്നില്ല, ഏറ്റുമുട്ടുന്നില്ല എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സയൻസിന്റെ ഒരു പുസ്തകമാണോ? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആൻ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് സയൻസ്. ഇന്ന് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഖുർആൻ എന്തോ കുറെ ശാസ്ത്രം പറയുന്ന ഗ്രന്ഥമാകുന്നു. അങ്ങനെ ഖുർആൻ അവകാശപ്പെടുന്നില്ല. ഖുർആൻ ഈസ് ദ ബുക്ക് ഓഫ് സയൻസ്, SIGNS. സയൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് ഖുർആൻ പറയുന്നത്. അത് ശാസ്ത്രവുമായി, തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളുമായി യോജിച്ചു പോകുന്നു. 1400 വർഷമായി തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളുമായി വിശുദ്ധ ഖുർആൻ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല, ഏറ്റുമുട്ടുന്നില്ല എന്നുള്ളതാണ് ഖുർആനും ശാസ്ത്രവും പറയുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. സയൻസ് യഥാർത്ഥത്തിൽ ഖുർആനുമായി കൈകോർത്ത് പോവുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിനനുസരിച്ച് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റിംഗ് ഇറ്റ്. ഖുർആനെ അത് കറക്റ്റ് ചെയ്യുകയല്ല, ഖുർആന്റെ ആശയങ്ങളെ അത് കൂടുതൽ പ്രോജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആൻ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ നമുക്ക് ആലോചിക്കുവാനുള്ളത്, ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് അഫലാ തതഫക്കറൂൻ എന്നാണ്. അഫലാ തതഫക്കറൂൻ, അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് വ്യക്തമായ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആലോചിക്കുന്നില്ലയോ? അതേപോലെ തന്നെ അഫലാ തദക്കറൂൻ, അഫലാ തഅഖിലൂൻ, വിശുദ്ധ ഖുർആന്റെ മറ്റൊരു ചോദ്യമാണത്. അഫലാ തുബ്സിറൂൻ, ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂൻ, അഫലാ തസ്മഊൻ, അഫലാ തദക്കറൂൻ. തദക്കറൂൻ എന്ന ചോദ്യവുമുണ്ട്, തദക്കറൂൻ എന്ന ചോദ്യവുമുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നത്, ആരുണ്ട് ഇങ്ങനെ ഉറ്റാലോചിക്കുവാൻ തയ്യാറായി ഉള്ളവർ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ. ഇവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ഉറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ സാവകാശം കൊടുത്ത് പാരായണ നിയമമനുസരിച്ച് പാരായണം ചെയ്യുന്നവരാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന ചോദ്യത്തോട് നമുക്ക് എത്രമാത്രം കൂറുപുലർത്താൻ സാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ട മാസമാകുന്നു വിശുദ്ധ റമദാൻ. ഇതിൽ ആലോചനയും ചിന്തയും എന്ന് പറയുന്നത് ശാസ്ത്രവിജ്ഞാനങ്ങൾ മാത്രമല്ല,
ഖുർആൻ അറിവിൻ്റെ നാനാതരം വാതായനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്ത എപ്പോഴും പോകാറുള്ളത് അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു എന്നാണ്. അല്ല, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വിജ്ഞാനീയങ്ങളും വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സയന്റിസം എന്ന് പറയുന്നൊരു വാദമുണ്ട്. സയന്റിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാത്രവാദമാണ്. ശാസ്ത്രമാത്രവാദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ഒരു കാര്യം സത്യത്തിലേക്കുള്ള മാർഗമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ, ശാസ്ത്രം മാത്രമാണ് സത്യം, മതം, തത്വചിന്ത, അതേപോലെ ആത്മീയത, നൈതിക മൂല്യങ്ങൾ എന്നിവക്കൊന്നും യാതൊരു വിലയില്ല. അതിനാൽ ശാസ്ത്രം ഒരു കാര്യത്തെക്കുറിച്ച് അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനായില്ലെങ്കിൽ ബാക്കിയെല്ലാം അർത്ഥശൂന്യമാണ്, ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്ന് പറയുന്ന വാദത്തിനാണ് ശാസ്ത്രമാത്രവാദം എന്ന് പറയുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ സയൻസുമായി ഖുർആനെ ഉരച്ചു നോക്കിയിട്ട് ഖുർആന്റെ വസ്തുതകളെ വിലയിരുത്തുകയല്ല വേണ്ടത്. വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗദർശക ഗ്രന്ഥമാണ്. മനുഷ്യൻ ഇനിയും എത്രയോ കാലങ്ങൾ കണ്ടെത്താനുണ്ട്, എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ഖുർആൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി ധാരണയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സയന്റിസം എന്ന് പറയുന്ന ശാസ്ത്രമാത്രവാദത്തെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും അവസാന വാക്ക് ശാസ്ത്രമല്ല, എല്ലാത്തിൻ്റെയും അവസാന വാക്ക് അള്ളാഹുവിൻ്റെ വാക്കുകളാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് തന്നെ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഖുർആനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ എന്നാണ്. ഈ ആധുനിക കാലത്ത് ഖുർആനെക്കുറിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനും എമ്പാടും സംവിധാനങ്ങളും സൗകര്യങ്ങളും സംരംഭങ്ങളുമുണ്ട്. ഞാൻ പറയുന്നത് ഖുർആന്റെ ആ ചോദ്യം ഇന്നും നമ്മുടെ മുമ്പിൽ പോലും ഒരു ചോദ്യം മാത്രമായി നിലനിൽക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 82-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സ്വന്തം ശരീരം മുതൽ പ്രാപഞ്ചിക വിസ്മയങ്ങൾ വരെ വിശദമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീരം ഒരു മഹാത്ഭുതമാണ്. അതിൽ ഓരോ അവയവങ്ങളെക്കുറിച്ചും ഓരോ കോശത്തെക്കുറിച്ചും ഈ തദബ്ബുർ നടത്തുവാൻ ഇന്ന് നമുക്ക് ശാസ്ത്രത്തിൻ്റെ വിശാലമായ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മഹാവിസ്മയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അനന്തവിജ്ഞാനങ്ങളുടെ കലവറയായ ഖഗോളശാസ്ത്രം, പ്രപഞ്ച വിജ്ഞാനീയം, വിശുദ്ധ ഖുർആൻ അതിലേക്ക് ധാരാളമായി സൂചന നൽകുന്നുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് സൂറ ഫുസ്സിലത്തിലെ 53-ാമത്തെ ആയത്തിൽ. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ സത്യമാണ് എന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിൽ, അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തിൽ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നമുക്ക് കാണിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് അതിന് അവൻ തന്നെ മതിയായവനല്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറ ഫുസ്സിലത്തിലെ 53-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത്. حتى يتبين لهم أنه الحق أولم يكف بربك أنه على كل شيء شهيد. ഇനി ഖുർആനും ശാസ്ത്രവും എന്ന് പറയുമ്പോൾ ധാരാളം വിജ്ഞാന മേഖലകൾ, ഞാനിവിടെ
ചില വിജ്ഞാന ശാഖകളുടെ പേരാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൽ ഒന്ന് ഖഗോളശാസ്ത്രം, അതിൻ്റെ ഇംഗ്ലീഷ് നാമങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വായിക്കുന്നില്ല. ഭൗമശാസ്ത്രം, ജീവശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, ജലശാസ്ത്രം, സസ്യശാസ്ത്രം, സമുദ്രശാസ്ത്രം, അതേപോലെ തന്നെ തേനീച്ചകളുമായി ബന്ധപ്പെട്ട ഈ പ്രാണിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. കീടശാസ്ത്രമുണ്ട്, പക്ഷിശാസ്ത്രമുണ്ട്, ഭൗതിക ശാസ്ത്രമുണ്ട്, പ്രകാശശാസ്ത്രമുണ്ട്, മനഃശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം. ഇതിലൊതുങ്ങുന്നില്ല. ഇങ്ങനെ ധാരാളം ശാസ്ത്രമേഖലകളിലേക്ക് വിശുദ്ധ ഖുർആൻ നിരന്തരമായി സൂചനകൾ നൽകുന്നുണ്ട്. അതിൽ 2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്ന് നോക്കൂ നിങ്ങൾ. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ശരീരത്തിൽ ഏതാണ്ട് 338 ട്രില്യൺ കോശങ്ങളുണ്ട്. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 38 എന്ന് എഴുതിയിട്ട് 12 പൂജ്യം ഇടണം. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 1,00,000 കോടിയാണ് ഒരു ട്രില്യൺ. അങ്ങനെയുള്ള 38, 36 മുതൽ 40 വരെയാണ്. പുതിയ പഠനങ്ങൾ പ്രകാരം 37.5, 38 എന്നൊക്കെയാണ്. 38 ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ്, ഒരു കോശത്തിൻ്റെ ബയോളജിക്കൽ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോന്നും നമുക്കൊരു ഗ്രന്ഥസമാനമായി വിശദീകരിക്കുവാനും പഠിക്കുവാനും മാത്രമുണ്ട്. ഇനി ഇത്രയും കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഏതാണ്ട് 11ഓളം വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ സ്വാംശീകരിച്ച് പറയുകയാണെങ്കിൽ അതിൽ രക്തചംക്രമണ വ്യവസ്ഥയുണ്ട്, ശ്വസന വ്യവസ്ഥയുണ്ട്, ദഹന വ്യവസ്ഥയുണ്ട്, വിസർജ്യ വ്യവസ്ഥയുണ്ട്, നാഡീ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, ലസിക വ്യവസ്ഥ, അന്തർസ്രാവ വ്യവസ്ഥ, നമ്മുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രജനന വ്യവസ്ഥ, പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്, ബാഹ്യാവരണ വ്യവസ്ഥ, നമ്മുടെ ശരീരത്തെ പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ തടയുന്ന നമ്മുടെ സ്കിന്നാണ്. ഇങ്ങനെ ഇതിൽ ഓരോ വ്യവസ്ഥയും. അപ്പൊ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന് പറയുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ ഒഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ അള്ളാഹുവിനെ കണ്ടെത്താൻ, അവൻ്റെ അപാരമായ കരവിരുത് മനസ്സിലാക്കുവാൻ, ആ സൃഷ്ടിവൈഭവത്തെ അറിഞ്ഞ് അവൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ. എന്തുമാത്രം പഠനശാഖകളാണ് വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നത്. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ട് അനാട്ടമി പഠിക്കുന്ന, ഫിസിയോളജി പഠിക്കുന്ന, ബയോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു ഡോക്ടറെ സംബന്ധിച്ച് ദൈവനിഷേധിയാകാൻ കഴിയില്ല എന്നർത്ഥം. മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നിറച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ ശരീരം ഒരു ഭാഗത്ത്. രണ്ടാമത്തേത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ എത്ര സുഖത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ കഴിയുന്നത്. ഒരു തൊട്ടില് പോലെ നമുക്ക് അള്ളാഹു ഈ ഭൂമിയെ ആക്കി തന്നിരിക്കുന്നത് എന്നാണ്. തൊട്ടില് പോലെ, ഒരു തൊട്ടിലൊരു കുട്ടി എത്ര സൗകര്യമായിട്ടാണോ കിടക്കുന്നത്. ഈ ഭൂമിയിൽ ഈ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുള്ള അതിസങ്കീർണമായ പ്രവർത്തനം എന്താണ് നമ്മൾ അറിയുന്നില്ല. അതേപോലെ തന്നെ ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ ഒരു വർഷം കൊണ്ട് കറക്കം പൂർത്തിയാക്കുന്നത് നമ്മൾ അറിയുന്നില്ല. വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെ മാത്രം എടുത്താൽ, إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. ഈ ആയത്തിന് ശേഷം الذين يذكرون الله قياما وقعودا وعلى جنوبهم, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും പാർശ്വങ്ങളിലായി കിടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളാകുന്നു. എന്നിട്ട് അവർ പറയും, പടച്ചവനെ, കഠോരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. സഹോദരങ്ങളെ,
നമ്മൾ നിവസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കൂ. 24 മണിക്കൂർ കൊണ്ട് രാപ്പകലുകൾ മാറി മാറി വരുന്നു. 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും കഴിയുമ്പോൾ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു കറക്കം നമ്മളറിയാതെ പൂർത്തിയാക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ വേഗത ഒരു മണിക്കൂറിൽ 1600 മുതൽ 1600 കിലോമീറ്റർ എന്ന് വെച്ചോളൂ. അപ്പൊ നമ്മളിപ്പോ 1600 കിലോമീറ്റർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായി, ഭൂമി അതിൻ്റെ പരിക്രമണമെന്ന് പറയുന്ന സൂര്യന് ചുറ്റും അതിൻ്റെ ഭ്രമണപഥത്തിൽ 365 ദിവസം എന്ന് പറഞ്ഞാൽ 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ് ആകുമ്പോൾ കറക്കം പൂർത്തിയാവും. അതിൻ്റെ വേഗത ഒരു മണിക്കൂറിൽ 1,07,000 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മണിക്കൂറിൽ 1600 കിലോമീറ്റർ ഇങ്ങനെയും കറങ്ങുന്നുണ്ട്, 1,07,000 കിലോമീറ്റർ അതിൻ്റെ കൂടെ ഇങ്ങനെയും കറങ്ങുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നമ്മുടെ ഭൂമി മാത്രം മതി. ഇനി ഭൂമി മാത്രമാണോ? സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന മുമ്പൊക്കെ നവഗ്രഹങ്ങളായിരുന്നു. ഇപ്പോ 8 ഗ്രഹങ്ങളെ കുറിച്ചാണ് പറയാം. അഷ്ടഗ്രഹങ്ങൾ. അതിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഒരു ഗ്രഹമാകണമെങ്കിൽ അതിന് 3 നിബന്ധനകളുണ്ട് എന്നാണ് ശാസ്ത്രം വ്യാഖ്യാനിച്ചത്. ഒന്ന്, അതിന് സ്വന്തമായി ഭ്രമണപഥം ഉണ്ടായിരിക്കണം. മറ്റൊന്നിന് ആകർഷണ ശക്തി ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, അതിൻ്റെ ഭ്രമണപഥത്തിൽ മറ്റ് തടസ്സങ്ങളെല്ലാം നീക്കി സ്വന്തമായി ചലിക്കുവാനുള്ള കഴിവ് അതിനുണ്ടായിരിക്കണം. പ്ലൂട്ടോയുടെ ഭ്രമണപഥത്തിൽ മഞ്ഞുപാളികളും കട്ടകളും ഒക്കെയായി അതിൻ്റെ കൂടെയാണ് പ്ലൂട്ടോ കറങ്ങുന്നത്. എന്തുകൊണ്ടാണ് ശാസ്ത്രം പ്ലൂട്ടോയെ ഈ ഗ്രഹങ്ങളുടെ പദവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കുള്ളൻ ഗ്രഹം എന്ന് പദവി കൊടുത്തത്? ഏതായിരുന്നാലും നമ്മുടെ ഭൂമിയും അതിനെ ചുറ്റി നിൽക്കുന്ന 7 ഗ്രഹങ്ങളും അതിൻ്റെ കേന്ദ്രമായ ഈ സൗരയൂഥം എന്ന് പറയുന്ന സൂര്യനും അതിൻ്റെ കുടുംബാംഗങ്ങളും മാത്രം നമ്മൾ ആലോചിച്ച് നോക്കൂ. അത് തന്നെ മഹാത്ഭുതമാണ്. അതിൽ ഓരോ ഗ്രഹവും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലാണ്. ഭൂമിയിൽ നിന്നുള്ള അകലം വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ കാലാവസ്ഥ വ്യത്യസ്തമാണ്. 15 കോടി കിലോമീറ്ററാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം. ആ 15 കോടി കിലോമീറ്റർ അല്പം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭൂമിയിൽ എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും. ആ 15 കോടി കിലോമീറ്റർ അല്പം കൂടിയാലോ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും തണുത്തുറഞ്ഞ് ഐസായി പോകും. ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത ഈ 1600 കിലോമീറ്റർ അല്പം കൂടിയാലോ എല്ലാ വസ്തുക്കളും തെറിച്ചു പോകും. ഒന്നിനും ഇവിടെ നിൽക്കാൻ കഴിയില്ല. നിശ്ചലമായി കഴിഞ്ഞാലോ ഭൂമിയിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. ജീവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗരയൂഥത്തിൽ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്ന രൂപവും അതിൻ്റെ ദൂരവും അതിൻ്റെ സ്ഥാനവും വളരെ കൃത്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മളെവിടെയാണ്? ഇപ്പോൾ ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറുക്കോളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭൂമിയിലെ ചെറിയൊരു പ്രദേശം. അവിടെ ഭൂമിയിൽ നിന്ന് പോയാൽ പിന്നെ സൂര്യൻ, ആ സൂര്യനെ വലം വെക്കുന്ന അഷ്ടഗ്രഹങ്ങൾ, ഈ 8 ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥം. അതിൽ 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. 400 ബില്യൺ നക്ഷത്രങ്ങൾ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട അള്ളാഹുവിൻ്റെ വലിപ്പം എത്രയാണ്! ആ ക്ഷീരപഥം ഉൾക്കൊള്ളുന്ന സൂപ്പർ ഗാലക്സിയുടെ പേരാണ്, സൂപ്പർ ക്ലസ്റ്ററിന്റെ പേരാണ് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ. ആ വിർഗോ സൂപ്പർ ക്ലസ്റ്റർ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ക്ലസ്റ്ററിന്റെ പേരാണ് ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ. കോടാനക്കോടി നക്ഷത്രങ്ങൾ. അത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാത്തത്. അതിലുള്ള കൃത്യമായ എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ പറയാൻ സമയമില്ല. ഇങ്ങനെ ഏതാണ്ട് മനുഷ്യൻ കണ്ടെത്തിയ 200 ബില്യൺ ഗാലക്സികളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. അത് അനുമാനാണ്. ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. അങ്ങനെയുള്ള 200 ബില്യൺ ഗാലക്സികൾ, അത് മനുഷ്യൻ ഈ ഹബിൾ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. അതിനപ്പുറം എന്താ? അതിനപ്പുറം ഡാർക്ക് മാറ്ററാണ്. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. ആ ഇരുട്ട് ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല.
അപ്പൊ ആ ഇരുട്ടിനപ്പുറം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മഹാപ്രപഞ്ചത്തിൽ മനുഷ്യരെന്ന് പറയുന്ന നമ്മുടെ സ്ഥാനം എത്ര ചെറുതാണ്, നമ്മൾ എവിടെയാണ് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. വർക്കൗട്ട് ആവുന്നില്ല, ഒരു മിനിറ്റ്. വീഡിയോ വർക്കൗട്ട് ആവുന്നില്ല, നമുക്ക് പ്രശ്നമുണ്ട്. മൊബൈൽ കേബിൾ ചെക്ക് ചെയ്യാൻ കഴിയുമോ? അപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ, കേരള സംസ്ഥാനത്ത്, ഇന്ത്യയിൽ, ഏഷ്യ ഭൂഖണ്ഡത്തിൽ, ഭൂമിയിൽ, അപ്പൊ അത് നമ്മൾ ചെറുതായി. വീഡിയോസ് ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല. പ്രശ്നമില്ല. എന്താ ക്ലോസ് ചെയ്യേണ്ടതല്ല. നൈസ്. നമ്മുടെ ഭൂമിയാണ്. അപ്പൊ നമ്മൾ സൗരയൂഥത്തിലേക്ക് പ്രവേശിച്ചു. സൗരയൂഥം കഴിഞ്ഞു. നമ്മുടെ മിൽക്കി വേ ആണ് ആ കാണുന്ന ഗാലക്സി. അവിടെ നമ്മൾ വിട്ടു. നമ്മൾ ചെറുതായി ചെറുതായി വരികയാണ്. അതാണ് അടുത്ത ഗാലക്സികളാണ് ഓരോ നിറത്തിൽ കാണുന്നത്. അങ്ങനെ ഗാലക്സികളുടെ കൂട്ടങ്ങൾ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവത്തിൽ നമ്മുടെ വലിപ്പം എത്രയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും വലിയൊരു സംഭവമാണ്. സമയവും അങ്ങനെ തന്നെയാണ്. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പരലോക ജീവിതമായിരുന്നാൽ, ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വളരെ വിദൂരമായി മനുഷ്യർ കാണുന്നു, പക്ഷെ നമ്മളെ സംബന്ധിച്ച് വളരെ അടുത്താണെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ചെറിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡാണ്. നമ്മൾ ഒരു വർഷത്തെ മാസങ്ങളാക്കി, പിന്നെ മാസങ്ങളെ ദിവസങ്ങളാക്കി, ദിവസത്തെ 24 മണിക്കൂറാക്കി, ആ 24 മണിക്കൂറിന് 60 സെക്കൻഡാക്കി. ഈ 60 സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ താഴെയുള്ള ഒരു സമയം കൊണ്ട് കാര്യമായി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ സെക്കൻഡിനെ തന്നെ പിന്നെയും ചെറുതാക്കി നമ്മൾ പറയുന്ന മൈക്രോ സെക്കൻഡ്, അതേപോലെ തന്നെ നാനോ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന സമയമുണ്ട്. 10 ലക്ഷത്തിൽ ഒരു അംശത്തെയാണ് നമ്മൾ മൈക്രോ സെക്കൻഡ് എന്ന് പറയാം. അതേപോലെ തന്നെ 100 കോടിയിൽ ഒരംശത്തെ സമയത്തെയാണ് നമ്മൾ നാനോ സെക്കൻഡ് എന്ന് പറയുക. ഇതിനെക്കുറിച്ച് രസകരമായൊരു തിയറി ഉണ്ട്. അത് കൂടുതൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ നോമ്പോറ്റ സമയത്ത് നമുക്ക് ദഹിക്കൂല. അതിലൊരു കാര്യം ഞാൻ പറയാം. നാനോ സെക്കൻഡ് എന്ന് പറയുന്നത് 100 കോടിയിൽ ഒരംശം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡും 30 കൊല്ലവും തമ്മിലുള്ള വ്യത്യാസമുണ്ടത്. അപ്പോൾ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും ചെറിയ സമയം നാനോ സെക്കൻഡാണെന്ന് വെക്കുക. നാനോ സെക്കൻഡ് ആണെങ്കിൽ അയാൾക്ക് നമ്മളെ നോക്കുമ്പോൾ തോന്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ച ആളുകളായിട്ട് തോന്നും. കാരണം അയാളുടെ സമയത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം എന്ന് പറയുന്നത് നാനോ സെക്കൻഡാണ്. അതുകൊണ്ട്
നമ്മളൊക്കെ വളരെ സ്ലോവിലായിരിക്കും അയാൾക്ക് അനുഭവപ്പെടുക. നമ്മളെ കൊണ്ടുപോയി അയാൾ മറവ് ചെയ്യുന്ന. ഈ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളണമെങ്കിൽ മനുഷ്യബുദ്ധിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സമയത്തെയും സ്പേസിനെയും കുറിച്ചുള്ള കൺസെപ്റ്റ് കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക. ഞാനിവിടെ സൂചിപ്പിച്ച ധാരാളക്കണക്കിന് ശാസ്ത്രശാഖകളിലേക്ക് സൂചന നൽകുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്ര പുസ്തകമല്ല, പക്ഷേ ഖുർആൻ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒന്നാമത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞത്. ഖുർആൻ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് സയൻസ് ബട്ട് ഇറ്റ്സ് എ ബുക്ക് ഓഫ് സയൻസ്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ അവസരമുണ്ട്, ചിന്താശേഷിയുണ്ട്, ബുദ്ധിയുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനനം ചെയ്യുവാനും ഉറ്റാലോചിക്കുവാനും വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം ഉൾക്കൊള്ളുവാനും നാം തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.